കേരളത്തിന്റെ മണ്ണിൽ കിടക്കുന്ന മുല്ലപ്പെരിയാർ ഡാം, അതിലെ വെള്ളത്തിന് തമിഴ്നാടിന് എങ്ങനെ അവകാശം കിട്ടി? 999 വർഷത്തെ കരാർ എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന ആ ചരിത്രം എന്താണ്? പലർക്കും സംശയമുള്ള ഈ വിഷയത്തിന്റെ കൃത്യമായിട്ടുള്ള ചരിത്രം ലളിതമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഈ കഥ തുടങ്ങുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. തമിഴ്നാട്ടിലെ മധുര, രാമനാഥപുരം ജില്ലകളിൽ കഠിനമായ വരൾച്ചയും ക്ഷാമവും അനുഭവപ്പെട്ട കാലം. അവിടെ കൃഷി ചെയ്യാൻ വെള്ളമില്ല. എന്നാൽ തൊട്ടടുത്തുള്ള തിരുവിതാംകൂറിലെ പെരിയാറിലൂടെ വെള്ളം അറബിക്കടലിലേക്ക് ഒഴുകിപ്പോവുകയും ചെയ്യുന്നു. ഈ വെള്ളം തമിഴ്നാട്ടിലേക്ക് തിരിച്ചുവിട്ടാൽ വരൾച്ച മാറ്റാമെന്നും ബ്രിട്ടീഷുകാർ കണക്കുകൂട്ടി. അങ്ങനെ അന്നത്തെ ബ്രിട്ടീഷ് ആർമി എഞ്ചിനീയറായ ജോൺ പെന്നിക്യൂക്ക് എന്ന മനുഷ്യന്റെ നേതൃത്വത്തിൽ 1887 ഡാമിന്റെ നിർമ്മാണം ആരംഭിച്ചു. കൊടുങ്കാട്ടിൽ വന്യമൃഗങ്ങളോടും പ്രകൃതിയോടും പൊരുതി 8 വർഷങ്ങൾക്ക് ശേഷം 1895 അദ്ദേഹം ഈ ഡാം പണിതുയർത്തി. ഇനി അവകാശം എങ്ങനെ തമിഴ്നാട്ടിലേക്ക് പോയി? 1886 ഒക്ടോബർ 29 തിരുവിതാംകൂർ മഹാരാജാവും ബ്രിട്ടീഷ് രാജ്ഞിക്ക് വേണ്ടി മദ്രാസ് പ്രസിഡൻസിയും തമ്മിൽ ഒരു കരാർ ഒപ്പുവെച്ചു. അതാണ് പെരിയാർ പാട്ടക്കരാർ. ഈ കരാർ പ്രകാരം ഡാമും അതിനു ചുറ്റുമുള്ള 8000 ഏക്കറോളം ഭൂമിയും മദ്രാസ് പ്രസിഡൻസിക്ക് പാട്ടത്തിന് കൊടുത്തു. പാട്ടക്കാലാവധി എത്രയാണെന്നറിയോ? വെറും 999 വർഷം. പ്രതിവർഷം 1 ഏക്കറിന് 5 രൂപ മാത്രമായിരുന്നു പാട്ടത്തുക. 1947 ഇന്ത്യ സ്വതന്ത്രമായപ്പോഴും പിന്നീട് സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചപ്പോഴും ഈ ഡാം കേരളത്തിന്റെ ഭൂമി അതിർത്തിയിലായി. എന്നാൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ആ പഴയ കരാറിന്റെ ബലത്തിൽ അണക്കെട്ടിന്റെ നിയന്ത്രണവും അതിലെ വെള്ളത്തിന്റെ അവകാശവും തമിഴ്നാട് തുടർന്നു പോന്നു. 1970 കേരള സർക്കാർ ഈ കരാർ പുതുക്കിയെങ്കിലും വെള്ളത്തിന്റെ അവകാശം ഇന്നും തമിഴ്നാടിന് തന്നെയായി തുടർന്നു പോകുന്നു. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ മണ്ണ് കേരളത്തിൻ്റെതാണ്, പക്ഷെ വെള്ളവും ഡാമിന്റെ നിയന്ത്രണവും തമിഴ്നാടിൻ്റെതാണ്. തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നതിൽ കേരളത്തിന് ഒരു എതിർപ്പുമില്ല. പക്ഷേ 130 വർഷത്തോളം പഴക്കമുള്ള ഈ ഡാമിന്റെ ബലക്ഷയം കാരണം ലക്ഷക്കണക്കിന് മലയാളികളുടെ ജീവൻ അപകടത്തിലായപ്പോഴാണ് പുതിയ ഡാം എന്ന ആവശ്യം നമ്മൾ ഉയർത്തുന്നത്. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ നമ്മുടെ പേജ് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.